മനുഷ്യവിസർജ്യം, ചാണകം, കാർഷിക മാലിന്യങ്ങൾ എന്നിവ വാങ്ങാനായി $170 കോടി മുടക്കുകയാണ് ആഗോള ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ്. ഡാറ്റാ സെന്ററുകൾ വൻതോതിൽ കാർബൺ വ്യാപനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിൽ കാർബൺ ബാധ്യത കുറയ്ക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ജൈവമാലിന്യങ്ങൾ വാങ്ങുന്നത്. ശേഖരിക്കുന്ന ജൈവമാലിന്യം ഭൂമിക്കടിയിൽ 5000 അടി ആഴത്തിൽ മറവു ചെയ്യുകയാണ് പദ്ധതി. ഇതുവഴി 49 ലക്ഷം മെട്രിക് ടണ്ണോളം കാർബൺ ബാധ്യത ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. യുഎസിൽ പ്രവർത്തിക്കുന്ന വോൾട്ടർ ഡീപ് കമ്പനിയുമായി ഇതിനായി 12 വർഷത്തെ കരാറിലാണ് മൈക്രോസോഫ്റ്റ് ഏർപ്പെട്ടത്. അഴുക്കുചാൽ സംവിധാനങ്ങൾ, കൃഷിയിടങ്ങൾ, പേപ്പർ മില്ലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ വോൾട്ടർ ഡീപ് ശേഖരിക്കുന്നത്. ഇത് പിന്നീട് അരച്ചു ചേർത്ത് ഒരു ബയോസ്ലറിയാക്കി മാറ്റും. ഈ മിശ്രിതമാണ് പ്രത്യേക പമ്പുകൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ സന്നിവേശിപ്പിക്കുന്നത്. ഈ പ്രക്രിയ വഴി മാലിന്യങ്ങൾ പ്രകൃതിദത്തമായി വിഘടിക്കുന്നതും മീഥേൻ പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുന്നതും തടയാൻ സാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ആഗോള താപനശേഷിയുള്ളതാണ് മീഥേൻ. മീഥേനും കാർബൺ അധിഷ്ഠിതമായ ഒരു വാതകം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ വ്യവസായം ആരംഭിച്ചതിനു ശേഷം മൈക്രോസോഫ്റ്റ് പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും അതിശക്തമായ ഡേറ്റാ സെന്ററുകൾ ആവശ്യമാണ്. വലിയ ഊർജ ഉപഭോഗം നടത്തുന്ന ഈ ഡേറ്റാ സെന്ററുകളിൽ നിന്ന് വൻതോതിൽ കാർബൺ വ്യാപനം നടക്കാറുണ്ട്. ഇത് നിയന്ത്രിക്കാൻ എന്തെല്ലാം വഴികളുണ്ടെന്ന അന്വേഷണത്തിലാണ് മൈക്രോസോഫ്റ്റ്.